ദുർഗാപരമേശ്വര്यै നമഃ. മഹാലക്ഷ്മീ നമഃ. മഹാസരസ്വത്യൈ നമഃ. കൽപ്പാർന്നുള്ളൊരു കാലഘട്ടമതുനാ പോയി വെറും വൃദ്ധനായി സ്വൽപ്പം വ്യാധിയുമായി ഞാൻ അവനിയിൽ മേവുന്നു വിശ്വേശ്വരീ. ത്വൽപാദാംബുജമാശ്രയിപ്പു വരദേ. മേലിൽ സ്വയം പ്രാപ്തനായി നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ. പരമേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സദസ്സിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 28-ാമത്തെ അധ്യായം ആണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. പാർവതി ദേവി ബ്രാഹ്മണരുടെ, ഋഷികളുടെ സ്തുതി കേട്ട് അവരെ അനുഗ്രഹിച്ച ഭാഗമാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ദേവിക്ക് എല്ലാവരും ചേർന്ന ശതാക്ഷി എന്ന് നാമധേയം കൊണ്ട് ദേവിയെ അലങ്കരിച്ചു എന്നവിടെ പറഞ്ഞു. തുടർന്നുകൊണ്ട് വ്യാസൻ പറയണു, ഇതിരേഷാം വജശ്രുത്വാ ശാഖാൻ സ്വകര സംസ്ഥിതാൻ സ്വാദൂനി ഫലമൂലാനി ഭക്ഷണാർത്ഥം ദദൗ ശിവ. അങ്ങനെ ഇവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ട ദേവി സ്വാദുള്ള നല്ല ഫലങ്ങൾ, മൂലങ്ങൾ അതൊക്കെ അവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുത്തു. മനുഷ്യർക്ക് ഭക്ഷിക്കാനുള്ള പലതരം അന്നങ്ങളൊക്കെ കൊടുത്തു. മൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങളൊക്കെ ദേവി കൊടുത്തു, അനുഗ്രഹിച്ചു. അന്നു മുതൽ ശാകംഭരി എന്ന നാമവും ആ ദേവിക്ക് ഉണ്ടായി എന്ന് പറയുകയാണ്. എല്ലാ കാമ്യങ്ങളും ഇതാ ഈ ഭൂമിയിൽ സസ്യലതാദികളൊക്കെ തളിർത്ത് വളർന്ന് ഫലമൂലാദികൾ കൊടുക്കുന്നതുവരെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും വേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളും അതേമാതിരി തന്നെ മഴ മുതലായിട്ടുള്ള ജലം മുതലായിട്ടുള്ളതും എല്ലാം കൊടുത്ത് ദേവി അനുഗ്രഹിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ 2 പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ശതാക്ഷി എന്നുള്ള പേര് മുമ്പ് തന്നെ കൊടുത്തത് പറഞ്ഞു. ശാകംഭരി എന്ന നാമവും ദേവിക്കുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഈ നടക്കുന്ന സമയത്ത്, ഇതൊക്കെ അറിഞ്ഞ സമയത്ത് ദൂതന്മാർ മുഖേനായി ദുർഗമന്, ഈ അസുരന് ഇതെല്ലാം കിട്ടി. കാരണം അവൻ ആ വേദങ്ങളെയൊക്കെ പിടിച്ചു വെച്ചത് കാരണം കൊണ്ടാണല്ലോ ഇതെല്ലാം തന്നെ സംഭവിച്ചത്. ദേവന്മാർ ശക്തിഹീനരായി അവനെ പേടിച്ച് ഗുഹകളിൽ ചെന്ന് ഒളിച്ചോടി നിന്നു. വേദാധ്യായനം നിന്നു, യജ്ഞയാഗാദികൾ നിന്നു, മഴ പെയ്യുന്നത് നിന്നു, വരൾച്ചയുണ്ടായി. എല്ലാവരും കഷ്ടപ്പെടാൻ തുടങ്ങി. അതാണല്ലോ അവൻ ആഗ്രഹിച്ചത്. അതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ ദേവി അവതരിച്ച് ശതാക്ഷിയായിക്കൊണ്ട്, ശാകംഭരിയായിക്കൊണ്ട് പശുപക്ഷാദി മൃഗാദികൾക്കും മനുഷ്യർക്കും ദേവന്മാർക്കും എല്ലാം വേണ്ടതെല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് ദൂതന്മാർ മുഖേനായി ദുർഗമന് മനസ്സിലായപ്പോഴവന് അവൻ്റെ സൈന്യമെല്ലാം എടുത്ത്, ആയുധമെല്ലാം എടുത്തുകൊണ്ട് ദേവന്മാരോടുകൂടി യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. 1000 അക്ഷൗഹിണി സൈന്യങ്ങളാണത്രേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ വന്ന് ശരവർഷം ചെയ്യാൻ തുടങ്ങി എന്ന് പറയുക. ദേവിയുടെ മുമ്പിൽ ആദ്യം തന്നെ വന്ന് ദേവിയെ സ്തുതിച്ച് നമസ്കരിച്ച് അവിടെ നിന്നിരുന്നതായിട്ടുള്ള ദേവസൈന്യത്തെ, ദേവന്മാരുടെ സൈന്യത്തെയാണ് അവൻ ആദ്യം വളഞ്ഞത്. പിന്നീട് വിപ്രന്മാരെയെല്ലാം, അതുപോലെ ഋഷികളെ, ബ്രാഹ്മണരെയെല്ലാം അവൻ വളഞ്ഞു. ദേവഗണങ്ങൾക്ക് ഇടയ്ക്ക് നിന്നതാ ആ സമയത്ത് തഥാ കിലികിലാ ശബ്ദം സമഭോ ദേവമണ്ഡലേ. അങ്ങനെ അവൻ ദേവന്മാരെ വളഞ്ഞു, മനുഷ്യരെ വളഞ്ഞു, ഋഷികളെ വളഞ്ഞു, ബ്രാഹ്മണരെയൊക്കെ വളഞ്ഞ്
അവൻ്റെ അടുത്ത് ചില്ലറയല്ലല്ലോ. 1000 അക്ഷൗഹിണി സൈന്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാഭാരത യുദ്ധത്തിൽ തന്നെ 18 അക്ഷൗഹിണിയേ ഉണ്ടായിരുന്നുള്ളൂ, 2 ഭാഗത്തും കൂടി ചേർന്നിട്ട്. അത് തന്നെ അനവധിയായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ 1000 അക്ഷൗഹിണി എന്നൊക്കെ പറയുമ്പോൾ എത്രയാന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നർത്ഥം. അത്രയും സൈന്യങ്ങളുണ്ടായിരുന്നത് കൊണ്ട് അവനെല്ലാം വളഞ്ഞു നിന്ന സമയത്ത് നടുവ് നിന്ന പെട്ടെന്ന് സമുദ്ഭവ കിലികിലാ ശബ്ദ, കിലികിലാരവം, ഒരു ശബ്ദം ഇതാ വന്നു. രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിങ്ങനെ ദേവന്മാരും വിപ്രന്മാരും ഒക്കെ ഇതാ ദേവിയെ വിളിക്കാൻ തുടങ്ങി, കരഞ്ഞു. ദേവന്മാർക്ക് ചുറ്റുമായിട്ട് പെട്ടെന്നിതാ ഒരു തേജോ വലയം ദേവി സൃഷ്ടിച്ചു എന്നാണ് പറയണത്. കാരണം ഇവൻ 4 ഭാഗത്തു നിന്നും ദേവന്മാരെ ആക്രമിക്കാൻ കൊല്ലാനായിട്ട് വളഞ്ഞു. ആയുധമില്ല, യുദ്ധം ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ശക്തിയില്ലാതെ കണ്ട് നിൽക്കുകയാണ് ദേവന്മാർ. അപ്പോൾ ഇവൻ വളഞ്ഞപ്പോൾ പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അവനോട് യുദ്ധം ചെയ്യാനൊന്നും പറ്റാത്ത അവരെ ത്രാഹിമാം ത്രാഹിമാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പരാശക്തിയെ തന്നെ, ശാങ്കരി ദേവിയെ തന്നെ, ശതാക്ഷി ദേവിയെ തന്നെ അവര് ഇതാ പ്രാണരക്ഷാർത്ഥം ദേവിയെ സ്മരിച്ചു. അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു തേജോമയം, ഒരു തേജോ വലയം സൃഷ്ടിച്ചു എന്നാണ് പറയണത്. ഒരു തേജോ വലയം അവർക്ക് ചുറ്റും ദേവി സൃഷ്ടിച്ചിട്ട് ദേവി സ്വയം അതിന് പുറത്തു നിന്നു. അങ്ങനെ പുറത്തു നിന്ന ദേവിയും ഈ ദൈത്യരും തമ്മിൽ, അസുരന്മാരും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം തുടങ്ങി. അത്ഭുതാകരമായിട്ടുള്ള ശരവർഷങ്ങൾ സൂര്യമണ്ഡലത്തിനെ തന്നെ മറച്ചു എന്നാണ് പറയണത്. പരസ്പരം ബാണങ്ങളിതാ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊരിയാൻ തുടങ്ങി. അതിൽ നിന്നും തീപ്പരികളൊക്കെ ചിതറാൻ തുടങ്ങി എന്നാണ് പറയണത്. കഠോരമായിട്ടുള്ള ഞാണു വലിച്ചു വിടുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ അഷ്ടദിക്കുകളെയും ഞെട്ടിച്ചുകൊണ്ട് നടന്നു. ആ സമയത്ത് ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഉഗ്രശക്തികൾ പുറത്തേക്ക് വന്നു എന്നാണ് പറയണത്. ഏതൊക്കെ ശക്തികളാണ് വന്നത് എന്നുള്ളത് അവിടെ 55, 56 എന്നീ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. കാളിക, താരിണി, ബാല, ത്രിപുര, ഭൈരവി, രമാ, ബകള, ചൈവമാതംഗി തഥാ ത്രിപുര സുന്ദരി, കാമാക്ഷി, തുലജാദേവി, ശംഭിനി, മോഹിനി തഥാ ചിന്നമസ്ത, ഗുഹ്യകാളി, ദശ സഹസ്രബാഹുക. ഇതൊക്കെ അവരുടെ പേരാണ്. ഇപ്പോൾ ഈ പഠിച്ചത് 32 വേറെ ശക്തികളും മറ്റൊരു 64 ശക്തികളും എണ്ണമറ്റ അനേകം ശക്തികളും ദേവിയിൽ നിന്ന് ആയുധധാരികളായിട്ട് ഇതാ സമുത്ഭവിച്ചു എന്ന് പറയാം. ദേവിയിൽ നിന്നും ഇതാ ഈ ശക്തികളൊക്കെ പുറത്തു വന്നു. അതോടുകൂടി മൃദംഗം, ശംഖ, വീണ മുതലായിട്ടുള്ളവയുടെ ശബ്ദം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ആ യുദ്ധഭൂമി ദേവിയുടെ ശക്തികൾ, ഇപ്പോൾ ഈ ഉത്ഭവിച്ച ശക്തികളൊക്കെ ദൈത്യസൈന്യത്തിലെ 100 അക്ഷൗഹിണികളെ നശിപ്പിച്ചു. 1000 അക്ഷൗഹിണികൾ കൊണ്ടുവന്നല്ലോ വന്നത്. അതിൽ 100 അക്ഷൗഹിണി സൈന്യത്തിനെ ആദ്യം നശിപ്പിച്ചു. സേനാ നായകനായിട്ടുള്ള ദുർഗമൻ മുമ്പിൽ വന്നു. ആദ്യം ആ ശത്രു ദേവീശക്തികളുമായിട്ട് അവൻ യുദ്ധം ചെയ്തു. ഘോരമായ യുദ്ധം നടന്നു. ചോരപ്പുഴയൊക്കെ ഒഴുകി അവിടെ.